കേരളത്തിലിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താ ചാനലുകളിലാണെങ്കിലും ഇപ്പോൾ പല ചർച്ചകളുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പാലക്കാട് MLA മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ. ഒരു യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും അതിൻ്റെ ഫലമായിട്ട് അത് കേസാവുകയും അതിനെതിരായിട്ട് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോവുകയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ആ ചർച്ചയിൽ നടക്കുന്നത്. അതിന് എതിരായിട്ട് പല തെളിവുകളും അതുപോലെ പ്രതിരോധിക്കാൻ മറ്റ് തെളിവുകളും ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിൻ്റെ അകത്തിപ്പോൾ നടക്കുന്നു. അതുപോലെ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുകയാണ് വേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മാന്യത നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു. പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. അതുപോലെ തന്നെ കർണാടകയിൽ ഇപ്പോൾ സിദ്ധരാമയ്യരും TK ശിവകുമാറും തമ്മിലുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള തർക്കം നടക്കുകയാണ്. 2.5 വർഷം മാറി ഭരിക്കാമെന്നാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിൽ നമുക്ക് അറിയില്ല. എന്നിരുന്നാലും വാക്ക് പറഞ്ഞെങ്കിൽ അത് DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയും സിദ്ധരാമയ്യർ പാർട്ടിയെ നയിക്കാനുള്ള ഇതിലേക്ക് മാറുകയും ചെയ്യുകയായിരിക്കും ഏറ്റവും ഉചിതമായൊരു തീരുമാനം. അല്ലെങ്കിൽ ഇത് വഷളായി അടുത്ത ഇലക്ഷനിൽ മൊത്തം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി രണ്ടുപേരും പ്രവർത്തിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം.